യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ട്രെയിനിങ്ങിന് പോകുമ്പോ നിനക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ അതൊക്കെ ഉണ്ടാക്കി തരാം. അതിനിപ്പോ ചേച്ചിയുടെ ഇഷ്ടമൊന്നും നോക്കാൻ നിക്കണ്ട. മാങ്ങാച്ചാറ്, ഇരുമ്പിക്കച്ചാറ്, നാരങ്ങാച്ചാറ്, പിന്നെ കുറെ ഇടിച്ചമ്മന്തി, ഇതെല്ലാം ഇരുന്നോട്ടെ അല്ലേ ചേച്ചി? അച്ഛമ്മ കൂടെ വരുന്നോണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ അവിടുത്തെ തണുപ്പിൽ അച്ഛമ്മ എങ്ങനെ പിടിച്ചു വെക്കുന്നു എന്റെ പേടി. എന്തിനാടാ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചേച്ചി ഇടപെടണ്ട. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാ. മാറിയിരിക്കങ്ങോട്ട്. വൈകിയുടെ ഡെലിവറി കഴിയുന്നതും കാത്ത് തപസിരിക്കായിരുന്നു നീ. അത് കഴിഞ്ഞതും ഞങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള ശ്രമവും തുടങ്ങിയല്ലേ നീ? നീ എന്താടി ധരിച്ചു വെച്ചിരിക്കുന്നത്? വൈകിയും ഞാനും തമ്മിൽ അങ്ങ് പിണങ്ങി കഴിഞ്ഞ ഞാൻ വന്ന് നിന്റെ കൂടെ പൊറുക്കൊന്നാണോ? ആണോ? നിർത്തടാ. നീ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്ന് പറയുന്ന ഒരു 4ാം കിടക്കാരന്റെ കൂടെ ജീവിക്കാൻ മോഹിച്ചും കൊതിച്ചും നടക്കുന്നവളാണെന്നോ? ആണോ? മര്യാദയ്ക്ക് ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. എല്ലാവരും നിന്നെ വെറുതെ വിട്ടതാ. എന്നിട്ട് നീ എന്തിനാണ് ഭ്രാന്തിനെ പോലെ വന്നിരുന്ന് ബഹളം വെക്കുന്നത്? അത് തന്നെ എനിക്കും അറിയാൻ വയ്യാത്തത്. അയ്യോടാ, ഒന്നും അറിയാൻ വയ്യാത്ത പഞ്ചപാവം കാണിച്ചു തരാം ഞാൻ. കണ്ടല്ലോ, കണ്ണിറയെ കണ്ടല്ലോ. ഇതെങ്ങനെയാടി വൈകിയുടെ കയ്യിലെത്തിയത്? പറയേണ്ടതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞതാ. എന്നിട്ടും ഈ ഫോട്ടോ വൈകിക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിച്ചു അല്ലേ? തൽക്കാലം ഇത് എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേലാൽ ഇത്തരം വൃത്തികെട്ട പണിയായിട്ട് ഇറങ്ങിയ ഒന്നാളെ തന്നെ ഞാൻ. ചാടി നിനക്കറിയില്ല ഈ കാർത്തി ആരാണെന്ന്. നീ ആരോടെ കളിക്കുന്നതെന്ന് നീ മറന്നുപോയി. എന്റെ കുടുംബം തകർക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ഇല്ല, കുഴപ്പമില്ല. പെണ്ണുങ്ങളുടെ മുമ്പിൽ വന്ന് കൂടുതൽ ആണത്തം കാണിക്കല്ലേ കാർത്തി. ഇവക്കൊരു കെട്ടിയനുണ്ട്, അത് മറക്കല്ലേ നീ. എന്താടാ മിണ്ടാത്തെ? ഇനി നീ ഈ വീട്ടിൽ നിന്നോ എല്ലാവരും കൂടി ചേർന്ന് ഔദാര്യമായി നിനക്ക് തന്ന ഈ ജീവനുണ്ടല്ലോ, അതെടുക്കുന്നതേ വിനീതായിരിക്കും. ജീവൻ വേണമെങ്കിൽ ഇറങ്ങി പോടാ വെളിയില്. നിന്നോടല്ലടെ ഇറങ്ങി പോവാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ഭർത്താവിനെ മരുമകനെ ജയിലിൽ വിടാൻ പറ്റില്ല. ഇറങ്ങി പോടാ വെളിയില്. പോവാൻ പറഞ്ഞില്ലേ? ഇറങ്ങടാ വെളിയില്. ഇട ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങടാ. ഇടാ, ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ വീട്ടിന്ന്. ഇട ഇറങ്ങാൻ. ഇറങ്ങി പോവാനാ പറഞ്ഞത്.
ഒരു നിമിഷം നീ ഇവിടെ നിന്നോ. തല വെട്ടിയഴിഞ്ഞ് നിലത്തടിഞ്ഞ് ഇറങ്ങി പോടാ. വെറും വാക്ക് പറയാണെന്ന് കരുതണ്ട നീ. എന്നെയും വൈകിയും തമ്മിൽ പിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ മാത്രമല്ല ഈ കുടുംബം ഒന്നടങ്കം കുളം തോണ്ടും ഞാൻ. ഇറങ്ങി പോടാ വെളിയില്. നീ പറയുന്നതും വെറുതെ അല്ല. ഇനിയൊരു വാക്ക് നീ ഇവിടെ നിന്ന് മിണ്ടിയ ഈ കത്തി നിന്റെ കഴുത്തിൽ വീണിരിക്കും. ഈ മായാന്റിയെ വിളിച്ചിട്ട് കൊറേ നേരമായല്ലോ. എവിടെ പോയേക്കേ മായാന്റി? ആന്റിക്കേ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്മ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മായ, മായ. ആ, ഞാൻ എത്തി മാഡം. മായ, കുറച്ചു നേരം മോളുടെ അടുത്തിരിക്കെ. ഞാൻ റെസ്റ്റ് റൂമിൽ ഒന്ന് പോയിട്ട് വരാം. പോയിട്ട് വാ. ഓയ് കുഞ്ഞാവേ, ചെല്ലക്കുട്ടി, അമ്മ പാല് തന്നായിരുന്നോ? ഓയ് ഉമ്മ. ഓ ചക്കരേ, വാ ആന്റി അടുത്ത് മടിയെ വെക്കാം. ഓ മുത്തുവാ. ഓ എന്ത് മക്കളെ, ആന്റിയുടെ സുന്ദരി കുട്ടിയല്ലേ? ആണോ? പാല് വേണോ? ഓ അയ്യോടാ, കരച്ചില് വരുന്നല്ലോ. കരയണ്ട കരയണ്ട, അമ്മ ഇപ്പൊ വരും കേട്ടോ. ആ കരയല്ലേ കരയല്ലേ. എന്താ എന്തു പറ്റി മായ? ഇങ്ങത്താ. മാഡം, ഈ പ്രായത്തിലെ കുട്ടികളെ ഇങ്ങനെ എടുക്കാൻ പാടില്ല. കഴുത്തുറക്കാത്ത കുട്ടികളാ. തല താങ്ങി വേണം എടുക്കാൻ. സൂക്ഷിച്ച്. ആ ഇങ്ങനെ. എല്ലാത്തിനും നിന്റെ കാല് പിടിച്ച് മാപ്പിരുന്നല്ലേ ഞാൻ. എന്നിട്ട് നീ ഞങ്ങൾക്കിടയിൽ നിന്ന് നന്നായിട്ട് കളിച്ചു. വൈകി നീ എന്റെ ശത്രുവാക്കി. നിന്നെ ഞാൻ വെറുതെ വിടലടി. എന്റെ മുന്നിൽ വെച്ച് എന്റെ കൊച്ചിന്റെ നേർക്ക് കൈയോങ്ങുന്നോടാ. എന്നെ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ജീവൻ എടുക്കൊന്നും കൂടി പറയുന്നോടാ നീ. ആണോ? കാലം അത്രയും അവൾ അനുഭവിച്ച വേദന എന്താണെന്ന് അറിയൂടാ നിനക്ക് പന്നെ. നീ ഗർഭിണിയാക്കിയ ഒരു പെണ്ണിന് വേണ്ടി അവളുടെ വയറ്റ് വളരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി എന്റെ മോള് ചില്ലറ ദുഃഖമല്ലടാ അനുഭവിച്ചത്. അറിയോ നിനക്ക്? എന്നിട്ട് നിനക്കിപ്പോ അവളെ കൊല്ലണമല്ലേ? അല്ലേ? അന്നേ നിന്നെ കൊന്നു തള്ളേണ്ടതായിരുന്നടാ. വാളോങ്ങിയതുമാ ഞാൻ. അപ്പോഴും നിനക്ക് രക്ഷയായത് നീ ചതിച്ച ഇവളായിരുന്നടാ. പറഞ്ഞതല്ലേടാ നിന്നോട് ഞാൻ. എന്റെയോ എന്റെ മോളുടെയോ കൺമുന്നിൽ പോലും വന്നേക്കരുതെന്ന്. അത് അനുസരിക്കാതിരുന്നതും പോരാഞ്ഞിട്ട് ഇപ്പൊ അവളുടെ നേർക്ക് കൈ ഉയർത്തുന്നോടാ നീ.
എന്റെ ജീവൻ ദാനമായി തന്ന ദൈവമാണോടാ അവള്. അവളുടെ കാല് കഴുകി വെള്ളം കുടിക്കണോടാ നീ. അർഹിക്കുന്നില്ല നീ. കൊല്ലും നിന്നെ ഞാൻ ഇന്ന്. ഒന്ന് തള്ളും ഞാൻ. കൊല്ലൂടാ. വിടാൻ പറഞ്ഞില്ലേ? വിട് കൃഷ്ണമാമ. പറയുന്നൊന്ന് കേക്ക് കൃഷ്ണമാമ. വിട്. ഇവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാ. ഇവൻ ജീവനോടെ ഇരിക്കണ്ട. കൊല്ലും ഞാൻ അവനെ. വിട് കൃഷ്ണമാമ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവനെ ജീവിക്കാൻ അർഹതയില്ലാത്തവന്. ഇവന്റെ ശവം മാത്രമേ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കൂ. കൃഷ്ണമാമ ഞാൻ പറയുന്നൊന്ന് കേക്ക് കൃഷ്ണമാമ. വീട് കൃഷ്ണമാമ. അയ്യോ വീട് കൃഷ്ണമാമ. പറയുന്നൊന്ന് കേക്ക് കൃഷ്ണമാമ. വീട്. ഇണ്ടിപ്പോവരുത്. കൃഷ്ണമാമ പറയുന്നൊന്ന് കേക്ക്. വീട് കൃഷ്ണമാമ. വീട് പറഞ്ഞില്ലേ? വീട്. വീട് വീട് കൃഷ്ണമാമ. കൃഷ്ണമാമ വീട് വീട്. ഇവനെ കൊന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവോ കൃഷ്ണമാമ? ആവോ? ഇനി ഇവന് മാപ്പ് കൊടുത്ത് വിട്ട പതിയിരുന്ന് കൊത്തു. ഇവൻ കൊന്നുകളയണം. ഇവനെയൊക്കെ തല്ലി കൊല്ലണം. പന്നെ ഇവന്റെ ജന്മം തന്നെ ശാപം കിട്ടിയതാ. ഒരു മരണത്തിൽ കൂടി പോലും ഇവന് ശാപമോക്ഷം കിട്ടരുത്. അനുഭവിക്കണം. എണ്ണി എണ്ണി അനുഭവിക്കണം ഇവൻ. ഞാനും കൃഷ്ണമാമയും ഇവിടെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയ വൈക മാഡം, ആ നിൽക്കുന്ന അമ്മയും എല്ലാവരും ഇവൻ കാരണം അനുഭവിച്ച 100 സങ്കടങ്ങളുണ്ട്. പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരം ചെയ്യാതെ ഇവൻ ചാവരുത്. ഇവൻ ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാ ഇവന്റെ ഈ ജീവിതം. നൊരകിച്ച് ഇവൻ ജീവിക്കണം. കൃഷ്ണ, സുന്ദരി പറഞ്ഞതാ ശരി. നീ അവന്റെ ദേഹത്ത് പോലും തുടരുത്. നീയും കൂടി അശുദ്ധനായി പോവും. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനൊക്കെയാണോ നീ വലിച്ചെറിഞ്ഞത്, അതിന്റെയൊക്കെ വില എന്താണെന്ന് നീ അറിയണം. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ കാർത്തി. അതിന്റെ ശിക്ഷ അനുഭവിച്ചല്ലാതെ നീ മരിക്കാൻ പാടില്ല. നാട്ടുകാരെല്ലാവരും പറ്റിച്ച നീ അങ്ങ് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയല്ലടാ. തന്നിഷ്ടം കാണിക്കുമ്പോഴൊക്കെ ഒരു കൂട്ടുകാരനായി തോളിക്കയറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാ, വേണ്ടടാ കാർത്തിന്ന്. നീ കേട്ടില്ല. ചതിച്ചു. ഓരോരുത്തരെ ചതിച്ചു. നീ വെറുപ്പിച്ചു. നീ നിൽക്കുന്ന പെണ്ണിനോട് ചെയ്ത ചതിക്ക് പകരം പറയാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാനാവില്ല നിനക്ക്. ഇപ്പൊ നിങ്ങൾ എന്റെ അങ്കിളാണെന്ന് പറയാൻ പോലും പുച്ഛം എനിക്ക്. എന്റെ ജീവിതത്തിൽ നിങ്ങളെ വരുത്തി വെച്ച നഷ്ടം അത്രയ്ക്ക് വലുതാ. എനിക്ക് അനുഭവിക്കും. എന്റെ ശാപം അത് അനുഭവിച്ച് മതിയാവൂ നിങ്ങള്. കേട്ടല്ലോ, എല്ലാരും നിന്നെ കുറിച്ച് പറഞ്ഞത് ചെവി നിറയെ കേട്ടല്ലോ. നീ ഇറങ്ങി പോടാ വെളിയില്. എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത് ജീവിക്ക്. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് നിന്നെ. ഒരു തവണയല്ല, 2 തവണയാ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. 3ാമത്തെ തവണയും പിഴച്ചു പോവാന്ന് കരുതരുത്. പോ, ഇറങ്ങി പോവാൻ.
സുന്ദരി അയ്യോ, അമ്മ, അയ്യോ, അമ്മ, പിടിക്ക്, അമ്മ, പിടിക്ക് വിനീതേ. അയ്യോ. കൃഷ്ണന്റെ കത്തിമുനയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കാണും. പക്ഷേ നിന്നെ ഞാൻ ഇനി വിടില്ലടാ. എന്റെ കൊച്ചുമൊക്കെ സമാധാനത്തോടെ ജീവിക്കണം. നീ ഇനി ജീവനോടെ വേണ്ട. വയസ്സാം കാലത്ത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഞാൻ ജയിലിൽ പൊയ്ക്കോളാടാ നിന്നെ കൊന്നിട്ട്. ഇവനെ ഞാൻ വിടാനല്ലേ പറഞ്ഞത്. നിന്നെ ഞാൻ ഇവനെ ജീവിക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നെ? ഇവനെ ഞാൻ കൊല്ലൂടി. എടാ എടാ നിന്നെ എനിക്ക് കൊല്ലണം ഇവനെ. എനിക്കിവനെ കൊല്ലണം. എടാ ഇവനെ കൊന്ന് ഞാൻ ജയിലിലേക്ക് പൊയ്ക്കോളാം. പൊയ്ക്കോണോ ഇവിടുന്ന്? ഇല്ലെങ്കിൽ ഞാൻ എടാ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. വിടടി നിന്നെ കൊല്ലൂടാ ഞാൻ. വിടടി എന്നെ. ഇവനെ നിന്നെ ഇന്ന് ഞാൻ എന്ത് ഭ്രാന്തമ്മയെ കാണിക്കുന്നേ? അവന് വീട്ടിൽ കൊന്നിട്ട് ഈ വയസ്സായിട്ട് ജയിലിൽ പോയി കിടക്കാൻ പോവാണോ? വേണ്ടത് പറഞ്ഞില്ലേ? എടാ ഇനി നീ ഈ വീടിന്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് വന്ന നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. ഇറങ്ങി പോടാ പുറത്ത്. എല്ലാരും ചേർന്ന് അവളെ ഒളിപ്പിച്ച് വെച്ചോ? എത്ര നാൾ നിങ്ങൾക്ക് അതിന് പറ്റും? ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാൻ പോവാ. പക്ഷേ ഒന്നോർത്തോ, നിങ്ങളുടെ സുന്ദരി ഒരിക്കലും കളക്ടർ ആവില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. അവൾ ഒരു ലക്ഷ്യവും നേടില്ല. സമാധാനത്തോടെ ജീവിക്കയില്ല. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കും. ഇതിനു വേണ്ടി എന്ത് പാപാ മോളെ എന്റെ സുന്ദരി മോള് ചെയ്തത്? അച്ഛമ്മ സമാധാനായിട്ടിരിക്കും. വാ അകത്തേക്ക് പോ. വാ അച്ഛമ്മ, വാ അച്ഛമ്മ. ഒരു പക്ഷേ സുന്ദരി അവിടെ കാണില്ലേ? വൈഗ എവിടെ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലേ? അപ്പൊ പിന്നെ വൈഗ എവിടെ പോയതായിരിക്കും? വേറെ എവിടെ പോകാനാ സാധ്യത? യെസ്, അവിടെ ഉണ്ടാവും. എന്താ വൈദേഹി? വൈകമൾക്ക് എന്താ പറ്റിയത്? അവളും കുഞ്ഞു ഇങ്ങോട്ട് വന്നതല്ലേ? ആദ്യമേ തന്നെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. വൈകമോൾ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ വൈഗയുടെ ഹസ്ബൻഡ് അവളെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു.
ആര്? കാർത്തിക്കോ? എന്തിന്? വൈകിയും കുഞ്ഞിനെ ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കുറെ ബഹളം വെച്ചു. അകത്തേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കി. സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമായി വൈദേഹി ഇങ്ങോട്ട് വരാൻ വിളിച്ചത്. ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മദർ, മോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പൊ വൈകമോളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ സത്യമാണോ? ദൈവമേ, അവൾക്കിത് എന്താ പറ്റിയത്? മദറിനോട് പോലും പറയാത്തൊരു കാര്യം അത്. കാർത്തിക്കുമായുള്ള വൈകമോളുടെ വിവാഹം ഒരു ദുരന്തമായിരുന്നു. ഏ? എന്റെ മോളുടെ ജീവിതം തകർന്നു. അവളിപ്പോ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കുഞ്ഞ് പിറന്ന കാര്യവും മോളാണെന്നൊക്കെ പറഞ്ഞ് വൈകി എന്നെ വിളിച്ചതാണല്ലോ. വലിയ സന്തോഷത്തിലായിരുന്നു അന്ന്. ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയത്? ഒന്നും പെട്ടെന്ന് സംഭവിച്ചതല്ല. സത്യങ്ങളൊക്കെ വൈകമോൾ അറിഞ്ഞത് കുഞ്ഞ് പിറന്നതിന് ശേഷമായിരുന്നു എന്ന് മാത്രം. ഈ അനാഥാലയത്തിലെ മകളായിരുന്നു അവൾ. അവളെ ഞാൻ സ്വന്തമാക്കി കൊണ്ടുപോയത് ഒരു നല്ല ജീവിതം കൊടുക്കാനായിരുന്നു. അവളായിട്ട് തന്നെ ഒരു ഭർത്താവിനെ കണ്ടെത്തിയപ്പോ അതൊരു മികച്ച തീരുമാനമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ തെറ്റിപ്പോയി. അവന് നേരത്തെ തന്നെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ചതിയനായിരുന്നു. എന്റെ മോളെ സ്നേഹം നടിച്ച് ചതിക്കായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ, ഒന്നും അറിയാത്ത എന്റെ മോളുടെ മുൻപിൽ പോലും എനിക്ക് നിന്ന് അഭിനയിക്കേണ്ടി വന്നു. ഇപ്പൊ വൈക സത്യങ്ങളെല്ലാം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ആരും വേണ്ടാന്ന് പറഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ലേ? മദറിന്റെ കോള് കണ്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. അവൾ ഇവിടെ തന്നെ കാണുമെന്ന പ്രതീക്ഷയില്ല ഞങ്ങള് വന്നത്. ഇതിപ്പോ അത് നശിച്ചല്ലോ. ഇനിയിപ്പോ ഞാൻ എന്റെ മോളെ എവിടെ പോയി അന്വേഷിക്കും മദർ? കർത്താവേ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തിയേക്കല്ലേ. എനിക്ക് പേടിയാവുക. അവള് പോവാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും അന്വേഷിച്ചു. ഇനി അവൾ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുത്ത് കാണോ? അങ്ങനെ ഒരു പേടിയില്ല ഞാനിപ്പോ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ വൈദേഹി. കുഞ്ഞിന് മുതൽ നല്ല മനസാന്നിധ്യമുള്ള പെൺകുട്ടിയായിരുന്നു വൈക. അങ്ങനെ ജീവിതത്തിന്റെ മുന്നിൽ തോറ്റ് കീഴടങ്ങില്ല അവൾ. എന്നേക്കാൾ അധികം അവൾ സ്നേഹിച്ചത് കാർത്തിക്കിനെയായിരുന്നു. അവന് വേണ്ടി എന്നെ പോലും തള്ളിപ്പറയാൻ തയ്യാറായവളാ വൈക. അവനൊരു ചതിയനായിരുന്നു എന്നറിഞ്ഞ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെ തോന്നില്ലേ മദർ ആർക്കായാലും? ശരിക്കും തകർന്നു പോയി എന്റെ കുഞ്ഞ്. ഞാനും ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവളെ ചതിച്ചുവെന്നും ജീവിക്കുന്നതിൽ പോലും അർത്ഥമില്ലെന്നും പറഞ്ഞ എന്റെ മുൻപിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയത്. എനിക്കിനി ഒരു പ്രതീക്ഷയില്ല മദർ. അങ്ങനെ ചിന്തിക്കല്ലേ മാഡം. മാഡം വന്നേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കാം. വൈകമോളെ ഒരു ആപത്തും വരാതെ നമുക്ക് കണ്ടുപിടിക്കാം. വാ മാഡം. വൈക മദറിന്റെ ചൊൽപ്പടിക്ക് വളർന്ന ഒരു കുട്ടിയാ.
ഇപ്പൊ അവൾ എന്ത് തീരുമാനം എടുക്കും എന്നതിലാ അവളുടെ ജീവൻ നിലനിൽക്കുന്നത്. പ്രാർത്ഥിക്കണേ മദർ, നമ്മുടെ മോൾക്ക് വേണ്ടി. വൈദേഹി ഒന്ന് നിന്നേ. വൈഗ അനാഥയാണെന്ന് പറയുമെങ്കിലും ഇവിടെ വരുമ്പോ പോലും അവൾ അനാഥയായിരുന്നില്ല. അന്നും അവൾക്കൊരു സങ്കടം വന്നാ പറഞ്ഞു കരയുന്നവളെ തോളോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂടപ്പിറപ്പുണ്ടായിരുന്നു വൈകിക്ക്. അറിയില്ലേ ശ്രീകാന്ത്? അവസാന അഭയമായി അവളെ അനാഥാലയം അല്ല തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാ വൈദേഹി, അവള് പോയിരിക്കുന്നത് ശ്രീകാന്തിന്റെ അരികിലേക്കാ. മദർ പറഞ്ഞ സത്യം. ഇപ്പൊ എനിക്കും അത് തോന്നുന്നുണ്ട്. വൈകമോള് ശ്രീകാന്തിന്റെ അരികിലുണ്ടാവും. ഇനി സമയം കളയണ്ട, വേഗം അവന്റെ അരികിലേക്ക് ചെല്ല്. വിളിച്ചു ചോദിക്കാനൊന്നും നിക്കണ്ട, വേഗം ചെല്ല്. ഞാൻ പ്രാർത്ഥിച്ചോളാം. കൃഷ്ണ, വണ്ടി എടുക്ക.